സംസ്ഥാനത്ത് 4 ജില്ലകളിൽ NIA പരിശോധന. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് പരിശോധന. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മലപ്പുറം തിരൂരങ്ങാടിയിൽ ലോറിയിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടക്കുന്നത്. KV ബൈജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടുണ്ടോ? മഞ്ജുഷയെ കാസർഗോഡ് ജില്ലയിൽ അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഇങ്ങനെ 4 ജില്ലകളിലായാണ് NIA പരിശോധന പുലർച്ചെ 5 മണി മുതൽ തന്നെ ആരംഭിച്ചിട്ടുള്ളത്. ഏതായാലും കണ്ണൂരിലെ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കണ്ണൂരിൽ പരിശോധന പൂർത്തിയായി NIA സംഘം മടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാലായിരുന്നു പരിശോധന നടത്തിയത്. ചിറ്റാരിക്കാലിലെ സജി എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ഇവിടെയും പരിശോധന നടത്തിയപ്പോൾ സംഘം പോയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 2 ഇടത്തുണ്ടായിരുന്നു. മുഗു റോഡിലും ഒരു പരിശോധന ഉണ്ടായിരുന്നു. ഈ കേസിലെ തന്നെ പ്രതിയായ മുഹമ്മദ് സലീമിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ പരിശോധന നടത്തിയത്. അവിടെ നിന്നും സംഘം മടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇത് മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2026 ഫെബ്രുവരി 2 ഇത്തരത്തിൽ ലോറിയിൽ വലിയ തോതിൽ ജലാറ്റിംഗ് സ്റ്റിക്ക് പിടികൂടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉറവിടം കണ്ടെത്താനാണ് ഈ പരിശോധന നടത്തിയത്. പക്ഷേ കാര്യമായ തെളിവുകളൊന്നും ഈ ഒരു പരിശോധനയിൽ കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടത്തും ഇപ്പോൾ കാസർഗോഡ് തന്നെ ചിറ്റാരിക്കാലിൽ കടുമേനിയിൽ ഈ സജി എന്ന് പറയുന്നവരുടെ പൂട്ടിയ ഒരു കോറയായിരുന്നു. അവിടെ പരിശോധന നടത്തി. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തി. ഏതായാലും കാര്യമായ തെളിവുകളൊന്നും NIAക്ക് ലഭിച്ചിട്ടില്ല. NIA സംഘം ഇവിടെ നിന്നെല്ലാം പരിശോധന പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ട്. പുലർച്ചെ 5 മണി മുതൽ ആരംഭിച്ച പരിശോധനയാണ് മണിക്കൂറുകളോളം നീണ്ടുനിന്നു. ഇവരുടെ വീടുകളിലും ഇവരുടെ സ്ഥാപനങ്ങളിലും ഒക്കെ പരിശോധന നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തിരൂരങ്ങാടി, മലപ്പുറത്തും പരിശോധന നടത്തി. എന്തായാലും ഇത് സംബന്ധിച്ച് ഇനി NIA ഭാഗത്ത് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിക്കാനുണ്ട്. എന്തെങ്കിലും സ്ഫോടക വസ്തുക്കളോ മറ്റോ ഇതിന്റെ തെളിവുകളോ ലഭിച്ചോ എന്നത് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പരിശോധന നടത്തിയ 5-6 ഇടങ്ങളിൽ നിന്നും കാര്യമായ വസ്തുക്കളൊന്നും പിടികൂടാനായിട്ടില്ല എന്ന് തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ. മഞ്ജുഷ്. ശരി, KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.